ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എന്താണെന്നല്ലേ, നമ്മളിങ്ങനെ ഷോപ്പിംഗ് മോൾസിലൊക്കെ പോയാലേ അവിടെ ഇങ്ങനെ കാണാൻ പറ്റില്ല സ്വീറ്റ് കോൺസ്. അത്തരത്തിലുള്ള ഒരു സ്വീറ്റ് കോൺ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ബട്ടർ സ്വീറ്റ് കോൺ. നമ്മൾ മോളിലൊക്കെ പോകുമ്പോഴേ മക്കളിത് ചോദിച്ചിട്ടൊക്കെ കാര്യയിലുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വീട്ടിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. സ്വീറ്റ് കോൺ മക്കൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഫൈബറും ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് നോക്കാം. അതിനായി സ്വീറ്റ് കോൺ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് ഇതിങ്ങനെ പീസാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഇതാ സ്വീറ്റ് കോണൊക്കെ നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് 2 മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ മെത്തേഡ് എന്താണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു കത്തി എടുത്തിട്ട് ഈ സ്വീറ്റ് കോണിൻ്റെ ലൈൻ വരുന്ന വശം ഉണ്ടല്ലോ, അതിൽ കൂടെ ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ഫോർക്ക് എടുക്കാം. എന്നിട്ട് ഈ താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താൽ നമുക്കങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിലും ഞാനത് നിങ്ങൾക്ക് കാണിച്ചതാണ് കേട്ടോ. എനിക്കിങ്ങനെ റിസ്ക്കുള്ള പണിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയൊന്നല്ല എടുത്തത്. ഞാൻ ഒരെണ്ണം മാത്രമേ ഇങ്ങനെ എടുത്തുള്ളൂ. ബാക്കി ഇത് മുഴുവനായിട്ടും എൻ്റെ മക്കളാണ് കേട്ടോ എനിക്കിങ്ങനെ പറിച്ചു തന്നത്. ഇതുപോലെ അവർ കൈ കൊണ്ട് പറിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ റിസ്ക്കുള്ള പണിയൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറിച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം അതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ബട്ടർ നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ ഈ പറിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലോണം ഒരു 5 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ ബട്ടറിൽ റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം എരിവൊന്നും ഇട്ടിട്ടില്ല, പാകത്തിനെ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഇളകി യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്വീറ്റ് കോൺ റെഡിയായി. അപ്പോൾ ഇനി സ്വീറ്റ് കോൺ മേടിക്കുമ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. കിഡിലായിട്ടാണ്, പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.